എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, ദത്തങ്ങളുടെ വർഗ്ഗീകരണം എന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ പാഠത്തിൻ്റെ ഫസ്റ്റ് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു ഓർഗനൈസ് ചെയ്യേണ്ട ഒരു ദത്തത്തെ നമ്മൾ എങ്ങനെയാണ് വർഗ്ഗീകരിക്കുന്നത്. 4 തരം വർഗ്ഗീകരണങ്ങളുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേരിയബിൾസിനെ പറ്റി പറഞ്ഞു അല്ലേ, ഡിസ്ക്രീറ്റ് വേരിയബിൾസും അങ്ങനെയുള്ള, അതായത് സന്തത ചരങ്ങളും അസന്തത ചരങ്ങളെയൊക്കെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്, അതായത് സാംഖിക ശ്രേണികൾ. സാംഖിക ശ്രേണികൾ പ്രധാനമായും 3 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? വ്യക്തിഗത ശ്രേണികളുണ്ട്, അസന്തത ശ്രേണികളുണ്ട്, സന്തത ശ്രേണികളുണ്ട്. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സാംഖിക ശ്രേണികൾ പ്രധാനമായും 3 തരമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഏതൊക്കെയാണ്? വ്യക്തിഗത ശ്രേണികൾ, അസന്തത ശ്രേണികൾ, സന്തത ശ്രേണികൾ. അതായത് ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്, അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് പ്രധാനമായും 3 എണ്ണം ഉണ്ട്. മനസ്സിലാക്കി വെക്കുക. ഇനി പറയുന്ന ഭാഗം നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇനി പറയുന്ന ഭാഗങ്ങൾ കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. അതിനെ നമ്മൾ ഓരോരോ പാർട്ടാക്കി നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഭാഗമാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ആവൃത്തി വിതരണം. ഈ ഭാഗത്ത് നിന്ന് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ആവൃത്തി വിതരണം എന്ന് പറഞ്ഞാൽ? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദത്തത്തെ അവയുടെ അളവും പ്രാധാന്യവും അനുസരിച്ച് വിവിധ വിലകളായോ വിവിധ ക്ലാസ്സുകളായോ ക്രമമായി തരംതിരിച്ച് അവയുടെ ആവൃത്തിയും ചേർത്ത് വിന്യസിക്കുന്നതിനെ അല്ലെങ്കിൽ ചേർത്ത് എഴുതുന്നതിനെയാണ് ആവൃത്തി വിതരണമെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കണം. ബേസിക് ആയിട്ടുള്ള അറിവാണത്. ഇനി ആവൃത്തി എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ, ഫിസിക്സിലൊക്കെ കേട്ടിട്ടുണ്ട് ആവൃത്തി എന്താണെന്ന്, മാത്സിലും കേട്ടിട്ടുണ്ട് ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. എന്താണ് ഫ്രീക്വൻസി അഥവാ ആവൃത്തി? ഒരു ശ്രേണിയിൽ എത്ര പ്രാവശ്യമാണോ ഒരു മൂല്യം അല്ലെങ്കിൽ ഒരു സംഖ്യ ആവർത്തിക്കുന്നത് അതിൻ്റെ ആ എണ്ണത്തെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. ഒരു ശ്രേണിയിൽ എത്ര പ്രാവശ്യമാണോ ഒരു മൂല്യം ആവർത്തിച്ചു വരുന്നത് ആ എണ്ണത്തെയാണ് ആവൃത്തി, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും എന്താണ് ബേസിക് ആയിട്ടുള്ള നോളജാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ഭാഗമാണ് അസന്തത ആവൃത്തി വിതരണം. ഈ ഭാഗം നല്ലോണം ശ്രദ്ധിക്കണം, എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അസന്തത ആവൃത്തി വിതരണം അതൊരു ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ചെയ്യാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അസന്തത ആവൃത്തി വിതരണം ഇതേ ക്വസ്റ്റ്യനാണ് എക്സാമിന് വരിക. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഒരു ക്ലാസ്സിലെ 30 വിദ്യാർത്ഥികളുടെ ഇൻറ്റേർണൽ മാർക്കുകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഈ ദത്തങ്ങളെ അസന്തത ആവൃത്തി വിതരണ രൂപത്തിൽ എഴുതുക. 5 മാർക്ക് എക്സാമിന് വരുന്ന ചോദ്യമാണ്. ഒരു ക്ലാസ്സിലെ 30 വിദ്യാർത്ഥികളുടെ ഇൻറ്റേർണൽ മാർക്കുകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഈ ദത്തങ്ങളെ അസന്തത ആവൃത്തി വിതരണ രൂപത്തിൽ എഴുതുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണിത്, മനസ്സിലാക്കുക നന്നായിട്ട്. ഇൻറ്റേർണൽ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട് 20, 18, 19, 20, 16, 17, 18, 19, 20. കഴിഞ്ഞില്ല. 18, 18, 19, 16, 15, 14, 15, 19, 20, 18, 15, 19, 18, 18, 14, 13, 14, 15, 16, 17, 18. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, ഈ സംഖ്യകൾ ഇങ്ങനെ ഓർഡർ തെറ്റിച്ച് എഴുതി കാണുമ്പോൾ. ഇതിന് നമ്മൾ ചെറിയ സംഖ്യയിൽ നിന്ന് എഴുതി തുടങ്ങണം. ഇതിലിപ്പം ചെറിയ സംഖ്യ ഏതാണ്? ചെറിയ സംഖ്യ ഏതാണ് ഇതിൽ? യെസ്, നമുക്കറിയാം ഏതാണ്? 13 ആണല്ലേ, 13. ഈ 13 എത്ര തവണ ആവർത്തിച്ചിട്ടുള്ളേ? ഇവിടെ വേറെ എവിടെയെങ്കിലും 13 ഉണ്ടോ? ഇല്ല അല്ലേ, ഒരു 13 ഉള്ളൂ, 1. ഇനി എങ്ങനെയാണ് നമുക്ക് അസന്തത ആവൃത്തി വിതരണം അല്ലെങ്കിൽ അതിനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ 3 പട്ടിക നിങ്ങൾ വരക്കണം, 3 കോളം വരയ്ക്കണം. അതിൽ ഫസ്റ്റത്തെ കോളത്തിൽ ഇൻറ്റേർണൽ മാർക്ക് എഴുതുക, ഇൻറ്റേർണൽ മാർക്ക്. രണ്ടാമത്തെ കോളത്തിൽ ടാലി മാർക്ക്. ഇത് വളരെ സിമ്പിളാണ്, നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ടാലി മാർക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇൻറ്റേർണൽ മാർക്ക് വേണം, ടാലി മാർക്ക് വേണം, പിന്നെ ആവൃത്തി, എത്ര തവണ ആവർത്തിച്ചു എന്നുള്ളത്. ഓക്കെ,